ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. ഏകദേശം 10 മാസത്തിന് മുൻപ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ബ്രസീലിയൻ ഗ്രേപ്പ് ട്രീ അല്ലെങ്കിൽ മരമുന്തിരി ചെടിയുടെ വെറൈറ്റികളായ എസ്കാർലറ്റിൻ്റെയും റെഡ് ഹൈബ്രിഡിൻ്റെയും വിത്ത് മുളപ്പിച്ച തൈകളാണിവ. ആദ്യം 8 ഇഞ്ച് പോട്ടുകളിലാണ് തൈകൾ നട്ടത്. കൂടുതലും ജൈവവളങ്ങളാണ് ചെടികൾക്ക് കൊടുത്തിരുന്നത്. ആവശ്യാനുസരണം ഇടയ്ക്ക് മൈക്രോ ന്യൂട്രിയൻസും നൽകിയിരുന്നു. തുടക്കത്തിൽ ചെടികൾ നല്ലതുപോലെ വളർന്നു വന്നെങ്കിലും അതിൽ എസ്കാർലറ്റ് വെറൈറ്റി ചെടിയുടെ വളർച്ച പിന്നീട് നിന്നു പോകുകയും ഇലകളിൽ മഞ്ഞനിറം കൂടി വന്ന് ഇലകളുടെ അഗ്രഭാഗം കരിഞ്ഞുണങ്ങി പോകുകയാണ് ഉണ്ടായത്. ഇതിൽ ആശ്ചര്യമെന്ന് പറയട്ടെ, റെഡ് ഹൈബ്രിഡ് ചെടി നല്ലതുപോലെ തഴച്ചു വളരുകയും ചെയ്തു. ഇതിനിടയ്ക്ക് 2 ചെടികളെയും 12 ഇഞ്ച് പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും എസ്കാർലറ്റ് ചെടിക്ക് കണ്ടില്ല. 2 ചെടികൾക്കും വളങ്ങളും മൈക്രോ ന്യൂട്രിയൻസും ഒരേ അളവിലാണ് കൊടുത്തിരുന്നത്. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലായില്ല. ഇഷ്ടപ്പെട്ട് വാങ്ങിയ ചെടി നശിച്ചു പോകുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പുതിയൊരു മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ച് അറിയുവാനിടയായത്. എന്തായാലും ഇതൊന്ന് വാങ്ങി ഉപയോഗിച്ചാലോ എന്ന് തോന്നി. ചിലേറ്റഡ് മിക്സ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്നത് അവശ്യ മൈക്രോ ന്യൂട്രിയൻറ്റുകളുടെ അല്ലെങ്കിൽ ട്രേസ് മിനറലുകളുടെ മിശ്രിതമാണ്. ഇവ സസ്യങ്ങളുടെ ലഭ്യതയും ആഗിരണവും മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ചിലേറ്റിംഗ് ഏജന്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സാധാരണയായി മൈക്രോ ന്യൂട്രിയൻസിൽ അയൺ, സിങ്ക്, മാംഗനീസ്, കോപ്പർ, ബോറോൺ, മോളിബ്ഡിനം എന്നിവ ഉൾപ്പെടുന്നു. സസ്യങ്ങൾക്ക് ചെറിയ അളവിൽ ആവശ്യമുള്ള പോഷകങ്ങളാണിവ. പക്ഷേ ആരോഗ്യകരമായ വളർച്ചയ്ക്കും വികാസത്തിനും ഇവ അത്യാവശ്യമാണ്. എന്തായാലും വളർച്ച മുരടിച്ചു നിന്ന ചെടിയിൽ പുതിയ മൈക്രോ ന്യൂട്രിയൻസ് ഇലകളിൽ സ്പ്രേ ചെയ്തു കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം ചെടിയിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങി. പുതിയ ബ്രാഞ്ചുകളും കരുത്തും പച്ചനിറം കൂടിയ ഇലകളും വളർന്നു വരുവാൻ തുടങ്ങി. ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്തു ഈ പ്രോഡക്റ്റ്. ഇപ്പോൾ ഞാൻ ഇതുതന്നെയാണ് എൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കും ഗാർഡനിലെ ചെടികൾക്കും കൊടുത്തു വരുന്നത്. ഇതിൻ്റെ ഉപയോഗ രീതി ഒന്ന് കണ്ടാലോ. 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ നേർത്ത പൊടി രൂപത്തിലായതുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ വെള്ളത്തിൽ ലയിക്കുന്നതാണ്. ആഴ്ചയിൽ 1 പ്രാവശ്യം എന്ന കണക്കിൽ രോഗബാധയുള്ള ചെടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. മൈക്രോ ന്യൂട്രിയൻസ് രോഗമില്ലാത്ത ചെടികളിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും ഭാവിയിലെ രോഗങ്ങൾക്കെതിരെ ചെടികളുടെ സ്വാഭാവിക പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. കൂടാതെ വിള ഉൽപാദന ക്ഷമത മെച്ചപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.